ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്, ഞാൻ 2-3 വീഡിയോ അച്ചക്കോയ തങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കമായ കുറച്ച് സ്വഭാവം, അത് മറ്റുള്ളവർ അതിനെ മിസ്യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരെയും അതായത് പറയേണ്ടവിടെ അദ്ദേഹത്തിന് പറയാൻ അറിയാം, പക്ഷേ അദ്ദേഹം ചെയ്യുന്നതൊക്കെ പിന്നെ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ രണ്ടുപേരുടെ വീഡിയോ കണ്ടാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചു പോകും ഇത് തട്ടിപ്പ് തന്നെയാണ് എന്ന്. കാരണം ഇവർ അവിടെ പോയി, അപ്പോൾ അവിടുത്തെ തട്ടിപ്പുകളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതെന്തായാലും ശരിയല്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്, അതും എന്താ പറയുക, വൃത്തികെട്ട രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നിയിട്ടോ. കാരണം ഇത്രയും ലക്ഷം ആളുകൾ, 1-2 ആളുകളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ മജ്ലിസ് കാണുകയും അതുപോലെ അവിടെ പോയി അദ്ദേഹത്തിനെ കാണാനൊക്കെ പോകുന്നത്. 1-2 ആളുകളല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ആ മജ്ലിസ് കാണുന്നതും അവിടെ പോകുന്നതും ഒക്കെ. അപ്പോൾ ഇവരൊക്കെ മണ്ടന്മാരാണോ? എനിക്ക് ഒരു സംശയമാണ്. കാരണം ഇത്രയും ആളുകൾ അത് വിശ്വസിച്ച്, അല്ലെങ്കിൽ ആ ഒരു മജ്ലിസ് വിശ്വസിച്ച് അങ്ങോട്ടേക്ക് പോകുന്നവരൊക്കെ മണ്ടന്മാരാണോ? അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആ മജ്ലിസ് കാണുന്നത് തന്നെയാണ്. അതിലിപ്പോൾ തെറ്റായ രീതിയിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു ചാറ്റിങ്ങോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ ഉണ്ട് വിചാരിക്കണം അങ്ങോട്ട് പോകണം എന്നൊക്കെ. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് ഒരു തോന്നലുണ്ട്. കാരണം ഒന്ന് പോയാലോ, ഇപ്പം എൻ്റെ വീട് പാലക്കാടാണ്, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ മണ്ണാർക്കാടിലേക്ക്. അപ്പം ഒന്ന് പോയാലെന്നൊക്കെ ഞാൻ വിചാരിക്കും. എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ അവിടെ എത്തുന്നതാണ്. എന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതും അത്രയും എഡിറ്റിംഗ് ഒന്നുമില്ല, ആവശ്യത്തിനുള്ള, ലേഡീസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ സമ്മതത്തോടു കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മജ്ലിസ് തട്ടിപ്പോ വെട്ടിപ്പോ സത്യമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ അത് നേരിട്ട് പോയിട്ട് കണ്ട് മനസ്സിലായാലേ അത് മറ്റുള്ളവർ വിശ്വസിക്കുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഒരാളുടെ വളർച്ച കണ്ടിട്ട്, ഈ തമിഴിൽ പറയേ, നമ്മൾക്ക് അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കാം, പക്ഷെ പൊറാമയിപ്പെടക്കൂടാതെ എന്ന് പറയും. എനിക്ക് ഫസ്റ്റത്തെ വരി എന്താണെന്നറിയില്ല കേട്ടോ. അതായത് ഒരാളുടെ വളർച്ച കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടാൻ പാടില്ല, പക്ഷെ അവരെ അനുഗ്രഹിക്കാം. നന്നായി വരട്ടെ, നല്ലത് വരട്ടെ എന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മളെയും കൂടെ അനുഗ്രഹിക്കുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ എത്രത്തോളം താഴ്ത്തി കെട്ടി സംസാരിക്കുന്നു അത്രത്തോളം ഉയർച്ചയിലാണ് അവരെത്തുക. അപ്പോൾ എന്തായാലും ആറ്റക്കോയ തങ്ങൾ ഹാപ്പിയാണെന്നുള്ള കാര്യം ഈ ഒരു വോയിസിൽ എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ഞാൻ ഇതൊന്നും ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ജസ്റ്റ് ഒരാളെ ചവിട്ടിത്താഴ്ത്തിയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ട്, അവരെ വിശ്വസിച്ചിട്ട് ഒരുപാട് കുടുംബമുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം മണി പവറും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത്. നമ്മൾ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ നിങ്ങളിങ്ങനെ മറ്റുള്ളവൻ്റെ കുറവും പിന്നെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് വൈറലാവാം, അല്ലെങ്കിൽ ആ ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ വന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത് വെറും തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും ഒക്കെ ആയിരിക്കും. പിന്നെ ആറ്റക്കോയ തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളിൽ നിന്നും പൈസ വാങ്ങിക്കുന്നില്ല എന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു സത്യം. കാരണം നമ്മൾ അറിഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അവർ വാങ്ങിക്കും, അല്ലാത്തതാണെങ്കിൽ അവരൊരിക്കലും അത് പറഞ്ഞു മേടിക്കില്ല എന്നുള്ളതാണ്. ചോദിച്ച് വാങ്ങിക്കില്ല എന്നുള്ളതിൽ 100% സത്യം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആളുകൾ വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ടാവുക. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും അവിടെ പോയി ഒന്ന് ചെന്ന് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്നുകൂടെ ഞാൻ ചോദിക്കാൻ തന്നെയാണ് ഇനി പോകുന്നത്. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ഞാനത് സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ ഞാനിത് എത്തിക്കും. അപ്പോൾ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നത്. എന്തായാലും അറ്റക്കോയ തങ്ങളുടെ അടുത്തേക്ക് അധികം വൈകാതെ ഞാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. അപ്പോൾ ആദ്യം അറ്റക്കോയ തങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം കേൾക്കാം.
ഡബർ പന്ത് പോലെ നടിക്കും തോറും ഞാൻ പൊന്ത. ഞാന് ഇന്ന് നോമ്പ് 21. ഇന്ന് നോമ്പ് തുറന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളിപ്പോ അങ്ങനത്തെ ഒരു പെണ്ണ് പരാതിയുമായിട്ട് ഒരു മറുനാടൻ ചാനലൊരു ലൈവുമായിട്ടൊരു പെണ്ണൊരു മറുനാടൻ ചാനലായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചികിത്സക്കെതിരെ ഭയങ്കര രൂക്ഷമായ വിമർശനം. അങ്ങനെ നോക്കി, സുബ്ഹാനല്ലാഹ്, അത് നോക്കിയപ്പോ സത്യത്തിൽ എനിക്ക് എന്താന്നത് ചിരിയാ വന്നത്. സത്യത്തിൽ കാരണം എന്താ അറിയാം, ഇവിടെ വരുന്ന എല്ലാവർക്കും എന്താ ഇവിടുത്തെ ചികിത്സ രീതികൾ അറിയാം. ഇവിടെ വാതിലടച്ചുള്ള ചികിത്സകളൊന്നുമില്ല. ഇവിടെ ആയിരക്കണക്കിന് ആളാ വരിക. ഒന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ദുആ ചെയ്യാന്ന് പറയും, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ. അപ്പൊ ഞാനിപ്പോ ഈ താത്താന്റെ വീഡിയോ കണ്ടപ്പോ താത്ത കൂടെ നോട്ടീസ് കയ്യിലുണ്ട്, യുനാനി ചികിത്സ. അതിനൊക്കെ ഞാൻ മുമ്പ് മറുനാടിൽ ഞാൻ കൊടുത്തതാണ്. ആ നോട്ടീസുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, കാരണം ഞാൻ യുനാനി പഠിച്ചിട്ടില്ല. അതില് ഈ താത്തക്ക് എവിടെ നോട്ടീസിട്ട് താത്ത പറയട്ടെ, താത്ത തെളിയിക്കട്ടെ. ഈ താത്ത യുനാനി ചികിത്സന്റെ ഇത് കണ്ടിട്ട് എത്ര ഇവിടെ ആള് വരികയാണെങ്കിൽ ഇവിടെ നോട്ടീസിന്റെ പബ്ലിസിറ്റി ഒന്നും വേണ്ട, നോട്ടീസ് അടിച്ചിട്ട് ചികിത്സിക്കേണ്ട പബ്ലിസിറ്റി ഒന്നും വേണ്ട. ഒന്ന്, പിന്നെ താത്ത പറഞ്ഞു ഞാൻ താത്താക്ക് പേഴ്സണൽ നമ്പർ കൊടുത്തു. ഞാന് നിയമപരമായി മുന്നോട്ട് പോകാൻ ഞാൻ ഏത് നമ്പറാ താത്താക്ക് കൊടുത്തത്, ഏത് നമ്പറിലെ താത്താനെ ഞാൻ വിളിച്ചത്, ആരൊക്കെ ഞാൻ താത്തമായിട്ട് ചാറ്റ് ചെയ്തത്, എപ്പോഴാ ചെയ്തത്, താത്ത തെളിവായിട്ട് ഇറക്ക്. തെളിവ് വേണതിന്. ഞാൻ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. മനസ്സിലായില്ലേ? തെളിവ് നിർബന്ധം. ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെ പേഴ്സണൽ നമ്പർ ഏതാ? നിങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, തെളിവിന്റെ അടുത്തുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ അവിടുന്ന് ആട്ടി ഓടിക്കണം. അവിടുത്തെ പോലത്തെ ആളുകളെ നിങ്ങൾക്ക് പറ്റൂല, അവനെ പോലത്തെ. ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം ചോദിച്ചു. താത്ത ഒരുപാട് സമയം സംസാരിച്ചു. എന്റെ ഫോൺ ചെക്ക് ചെയ്താല്, ഈ താത്ത വിളിച്ച ഈ ഫോൺ നമ്പർ ചെക്ക് ചെയ്താൽ എല്ലാം മനസ്സിലാവും അല്ലെ? ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്തിരുന്നില്ലേ? മനുഷ്യന് ഒരു മിനിറ്റ് സെക്കൻഡ് റെസ്റ്റ് കിട്ടിയ അൽഹംദുലില്ലാഹ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിരിക്കുന്നില്ലേ? തെളിവിറക്കണം, ഇറക്കിയേ പറ്റൂ. തിങ്കളാഴ്ചന് മുന്നേ ഇറക്കണം, അല്ലെങ്കിൽ കോടതി പോകേണ്ടി. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണ്. നിങ്ങൾ എത്ര ക്യാഷാ യൂട്യൂബർമാരൊക്കെ വാങ്ങി? നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്റെ ജോലിക്കാർ ഉപയോഗിക്കുന്ന ഫോണില് ഞാൻ അപ്പോഴും കൂടെ പറഞ്ഞു, താത്ത എനിക്ക് സ്വന്തമായിട്ട് നമ്പറില്ല, എനിക്ക് നമ്പറൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എപ്പോഴാണ് കൂടെ ചാറ്റ് ചെയ്ത്. പിന്നെ നിങ്ങള് എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസത്തിലാണ്,